ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു ഡ്രാമ ഉണ്ടല്ലോ. അടുത്തിടെയായി ചെയ്ത ഷോർട്ട് വീഡിയോയുടെ തന്നെ ഫുൾ ഡ്രാമയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈ പൊസിഷൻ കൊടുക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും കൂടി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് കയറി ഫോളോ ആക്കണേ. ഈ സ്റ്റോറിയുടെ വൺ ലൈൻ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോയിൻ 8 വർഷമായി അവളുടെ ഭർത്താവുമായിട്ടുള്ള വിവാഹ ജീവിതം തുടങ്ങിയിട്ട്. പക്ഷെ 3 വർഷമായിട്ട് അവരുടെ ഇടയിൽ അല്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കോൾഡ് വാർ എന്ന് തന്നെ പറയാം. 29ാമത്തെ ബർത്ത്ഡേയുടെ അന്ന് നമ്മുടെ ഹീറോയിൻ ആവട്ടെ ഈ കേക്ക് കട്ട് ചെയ്യുമല്ലോ, അതിനു മുമ്പ് ക്യാൻഡിൽ ഊതുമ്പോൾ അവളൊരു വിഷ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന 19 വയസ്സുള്ള തന്റെ ഹസ്ബൻഡിനെ ഒരിക്കൽ കൂടി കാണണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അവൾ ആ ക്യാൻഡിൽ ഊതുകയും ചെയ്യുന്നു. തൊട്ടടുത്ത നിമിഷം 12 വർഷങ്ങൾ കടന്ന് 19 വയസ്സ് മാത്രമുള്ള അവളുടെ ഭർത്താവ് അവളുടെ അടുത്തേക്ക് വരുന്നു. നിലവിലെ 30 വയസ്സുള്ള അവളുടെ ഭർത്താവുമുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് 19 വയസ്സുള്ള ഭർത്താവും ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനി അവളുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത്, അതാണ് നമ്മുടെ സ്റ്റോറി. നമ്മൾ ആരും ഉദ്ദേശിക്കുന്ന പോലെ ഒരു എൻഡിങ് അല്ല ഈ സ്റ്റോറിക്ക്. അപ്പോൾ ഇനി ടൈം കളയുന്നില്ല, നമുക്ക് ഡ്രാമയിലേക്ക് കടക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിന്റെ മൈൻഡ് വോയിസ് ആണ് കേൾക്കുന്നത്. പൂവിനോടൊപ്പം 12 വർഷങ്ങളായി താൻ ഒരുമിച്ചുണ്ടായിരുന്നു. 8 വർഷമായി തങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടും 3 വർഷമായി ഞങ്ങൾക്കിടയിൽ അടിയും വഴക്കും മാത്രമേ ഉള്ളൂ. സ്നേഹമായിട്ടൊരു സംസാരം പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ 29ാമത്തെ ജന്മദിനത്തിൽ ഞാനൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഞാൻ അവനെ വിവാഹമോചനം ചെയ്യാൻ പോവുകയാണ്. ഹീറോയുടെ പേര് ഫൂവെന്യൂ എന്നും ഹീറോയിന്റെ പേര് സോഷിയാലി എന്നുമാണ്. 29ാമത്തെ ബർത്ത്ഡേയുടെ അന്ന് രാത്രി ഹീറോയിൻ അവളുടെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതിനു മുമ്പായി അവളൊരു ആഗ്രഹം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. 19ാമത്തെ വയസ്സിൽ തന്നെ അത്യധികം സ്നേഹിച്ചിരുന്ന തന്റെ ഭർത്താവായ ഫൂവെന്യൂവിനെ ഒരിക്കൽ കൂടി ഒന്ന് കാണണമെന്ന് ആ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൾ ആ ക്യാൻഡിൽ ഊതി അണയ്ക്കുന്നുണ്ട്. തൽക്ഷണ നേരം കൊണ്ട് 19 വയസ്സുള്ള അവളുടെ ഭർത്താവ് അവിടേക്ക് എത്തുന്നു. തന്റെ ആഗ്രഹം സഫലമായതാണോ എന്നൊരു സംശയം അവളുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. പക്ഷെ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നും പിന്നീട് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അന്നൊരു രാത്രി അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ പിറ്റേ ദിവസം ഉണർന്ന് ഒന്ന് തിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ കണ്ണിന്റെ മുകളിൽ ഒരു പാടുണ്ടായിരുന്നു. പാടെവിടെ പോയി എന്ന് അവൾ സംശയിക്കുന്നുണ്ട്. 19 വയസ്സുള്ള അവളുടെ ഭർത്താവ് അവിടെ കിടക്കുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല. അപ്പോഴാണ് ഹീറോ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നത്, ഇന്നെന്തായാലും ക്ലാസ് ഇല്ലല്ലോ, കുറച്ചു നേരം കൂടി കിടന്നുറങ്ങാമെന്ന്. ഒരു അമ്പരപ്പ് അവളുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. 19 വയസ്സുള്ള ഹീറോയെ കാണണമെന്ന് അവള് വിഷ് ചെയ്തിരുന്നല്ലോ. ചിലപ്പോൾ കോളേജ് ടൈമിലെ ക്ലാസിന്റെ കാര്യമല്ലോ അവൻ സ്വപ്നം കണ്ടു കാണും. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത്. താനാണെങ്കിൽ ആ 19 വയസ്സ് മാത്രമുള്ള പൂവിനെ കാണാൻ വല്ലാത്ത കൊതിയുണ്ട്. പക്ഷേ തന്റെ ആഗ്രഹങ്ങളൊന്നും ഇനി ഒരിക്കലും സബലീകരിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം തന്റെ വെറും തോന്നൽ മാത്രമാണെന്ന് അവള് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. പിന്നീട് ഹീറോ പറയുന്നുണ്ട്, കുറച്ചു ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്, നിന്റെ മുടിയൊക്കെ ഒരുപാട് വളർന്നു പോയല്ലോ, ഇപ്പൊ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന കലണ്ടർ അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തോന്ന് 2026? ഇത് 2015 അല്ലേ എന്ന് ഹീറോ അവളോട് അമ്പരപ്പോടെ ചോദിക്കുന്നു. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസം താൻ ആഗ്രഹിച്ചത് നടന്നിരിക്കുകയാണെന്നും ഇതൊന്നും സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. 19 വയസ്സുള്ള ഫൂ ആണ് തന്റെ അടുത്ത് ഇപ്പോഴുള്ളേ എന്നും അവൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഹീറോയിനും അവനോട് പറയുന്നുണ്ട്, നീ സമയങ്ങൾ സഞ്ചരിച്ചു വന്നിരിക്കുകയാണെന്ന്. അവനാണെങ്കിൽ വളരെ അതിശയത്തോടെ അവളോട് ചോദിക്കുന്നുണ്ട്, 11 വർഷങ്ങൾക്ക് ഇപ്പുറം ടൈം ട്രാവൽ ചെയ്ത് ഞാൻ ഭാവിയിലേക്ക് വന്നിരിക്കുകയാണോ? അപ്പോൾ നിനക്കിപ്പോൾ 29 വയസ്സാണോ എന്നൊക്കെ പറഞ്ഞ് അവളുടെ കവിളിൽ അവൻ തൊട്ടു നോക്കുന്നുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ ഇപ്പോൾ എന്റെ ഭാര്യയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിക്കുന്നു. അതുപോലെ അവൻ അവളോട് തിരക്കുന്നുണ്ട്, ഭാവിയിൽ ഞാൻ നിന്നെ നല്ലപോലെ തന്നെയാണോ നോക്കുന്നത്? നിനക്ക് വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ വലിയ വീടും കാറും നീ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ഒക്കെ വാങ്ങി നൽകിയോ എന്ന് അവൻ സന്തോഷത്തോടെ തിരക്കുന്നു. ഹീറോയിനാണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോൾ കണ്ണുകൾ നിറയുന്നുണ്ട്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം അവളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. 12 മണി ആവുന്നതിന് മുമ്പ് തന്നെ അവള് ഫൂവിനെ വിളിക്കുന്നുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൻ കോൾ അറ്റൻഡ് ചെയ്തതേയില്ല. അവള് തുടരെ വിളിച്ചിട്ടും അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഇതവളെ വല്ലാതെ വിഷമിപ്പിച്ചു. വല്ലാത്ത നിരാശയിലായിരുന്ന ഹീറോയിനാവട്ടെ ഡിവോഴ്സ് പേപ്പേഴ്സ് അവന്റെ ഇമെയിൽ വഴി അയച്ചിരുന്നു. ഇതൊക്കെ ഇപ്പോൾ അവൾ ഓർത്തെടുക്കുന്നുണ്ട്. അവൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ സ്വപ്നമൊന്നും അല്ലല്ലോ ഈ കാണുന്നത്, ഞാൻ ആഗ്രഹിച്ച പെണ്ണെ എന്റെ ഭാര്യയാക്കുകയും ചെയ്തു. നിന്നെ ഞാൻ നന്നായി തന്നെയല്ലേ നോക്കുന്നതെന്ന് അവൻ വീണ്ടും അവളോട് തിരക്കുന്നുണ്ട്. അവന്റെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ അവളൊരു ഫ്ലാഷ് ബാക്ക് ഓർത്ത് നോക്കുന്നുണ്ട്. അവൾക്ക് അസഹ്യമായ വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായി അവനെ വിളിക്കുകയുണ്ടായി. ഞാൻ ബിസിയാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ അസിസ്റ്റന്റിനെ വിളിച്ചാൽ മതിയാവുമെന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആലോചിച്ചിട്ട് ഹീറോയിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിനക്കിത് എന്ത് പറ്റിയെന്ന് അവൻ അവളടുത്ത് തിരക്കുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് 30 വയസ്സുള്ള അവളുടെ ഭർത്താവായ ഫൂ വിളിക്കുന്നത്. ഭാവിയിലുള്ള ഫൂ എന്താണ് വിളിച്ചിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എനിക്ക് വീട്ടിലെത്താൻ പറ്റിയില്ല, നീ ഇതെവിടെ പോയിരിക്കുകയാണ്, എനിക്കെന്തിനാ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നേ എന്ന് അവളോട് ചോദിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ പിക്ക് ചെയ്യാനായി ഡ്രൈവറെ അയക്കാമെന്നും അയാൾ പറയുന്നുണ്ട്. അവന്റെ പരുക്കം മട്ടിലുള്ള സംസാരം അവളെ വീണ്ടും
വീണ്ടും വിഷമിപ്പിക്കുന്നുണ്ട്. അവളെ തീർത്തും കെയർ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് അവന്റെ പെരുമാറ്റം. അവൾ ഉടനടി തന്നെ പറയുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ടാക്സിയിൽ തന്നെ വീട്ടിലേക്ക് പൊക്കോളാമെന്ന്. അവൾ വെറുതെ വാശി പിടിക്കുകയാണെന്ന് ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം രാത്രിയിൽ എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി പോയി, അതുകൊണ്ടാണ് നിന്റെ ബർത്ത്ഡേ ഇന്നലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയത്. ഞാൻ ഓൾറെഡി എന്റെ അസിസ്റ്റന്റിനോട് നിനക്കുള്ള ഗിഫ്റ്റ് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജഡേ പിന്റന്റെ ജ്വല്ലറിയാണ്, തീർച്ചയായും നിനക്കത് ഇഷ്ടപ്പെടും. എത്ര ഈസി ആയിട്ടാണ് അസിസ്റ്റന്റ് കയ്യിൽ തനിക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്ന് അവൻ പറയുന്നത്. ബർത്ത്ഡേക്ക് വരാതിരുന്നതിന്റെ പേരിൽ ഒരു ഗിഫ്റ്റ് ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, ബിസിനസ് കോർപ്പറേഷനും ഫിനാൻഷ്യൽ മെയിൻ്റെനൻസിനും മാത്രമാണ് നമ്മുടെ ഈ വിവാഹബന്ധം പോലും. അവളുടെ ഹസ്ബൻഡ് കരുതിയിരിക്കുന്ന എന്തെന്ന് വെച്ചാൽ, ഹീറോയിൻ ഇതുപോലെ അവളുടെ ബർത്ത്ഡേക്ക് അവൻ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നാണ്. അതുകൊണ്ടൊരു ഗിഫ്റ്റ് കൊടുത്താൽ അവളുടെ പ്രശ്നം മാറുമെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. പക്ഷെ ഹീറോയിൻ ആണെങ്കിൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അവൾക്ക് ഗിഫ്റ്റ് ഒന്നും അല്ലായിരുന്നു മുഖ്യം, അവൻ തന്റെ അടുത്തൂടെ സ്നേഹത്തോടെ പെരുമാറണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അവള് ഹൃദയം തകർന്നിരിക്കുകയാണെന്ന് ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് വന്ന ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ആരാണ് അവളെ വിളിച്ച് സംസാരിക്കുന്നതെന്ന് അവൻ അറിയില്ല. എന്നിരുന്നാലും ആ ആള് അവളുടെ ഹൃദയം വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ പറയാൻ നോക്ക്, നിന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടെന്ന്, ആരും നിന്നെ ബുള്ളി ചെയ്യാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് ആ യുവാവ് ഉച്ചത്തിൽ തന്നെ പറയുന്നു. അപ്പോൾ ഫോണിലൂടെ ഇതവൻ കേൾക്കുന്നുണ്ട്. ആരാണ് നിന്റെ അടുത്തുള്ളത്, ഇപ്പോൾ ആരാണ് സംസാരിച്ചത് എന്നൊക്കെ അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്റെ അടുത്തിപ്പോൾ ആരുണ്ടെങ്കിലും അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമില്ല. ഞാൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരുന്നല്ലോ, അതിനുള്ള മറുപടി പെട്ടെന്ന് തന്നെ അയക്കുമെന്ന് പറഞ്ഞ് അവള് കോള് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഹീറോ എന്നും ചെറിയ ഹീറോ എന്നും പറയാം. ഇപ്പോഴാണ് ചെറിയ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്, ഭാവിയിലുള്ള തന്നോട് തന്നെയാണ് അവളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നും തന്നോടാണ് ഡിവോഴ്സ് ആവശ്യപ്പെട്ടേയെന്നും. അവൻ വല്ലാതെ നിരാശയിൽ തന്നെ ആലോചിക്കുന്നുണ്ട്. താൻ ഇത്രയും സ്നേഹിച്ച പെണ്ണിനെ 11 വർഷങ്ങൾക്കിപ്പുറം ഡിവോഴ്സ് എന്ന ദൃഢപ്രതിജ്ഞയിലേക്ക് അവളെ എത്തിച്ചത് എന്ത് കാരണം കൊണ്ടായിരിക്കാം, തന്റെ ഏത് പ്രവൃത്തി മൂലമായിരിക്കാം എന്നൊക്കെ അവൻ ആലോചിക്കുന്നു. എന്താ നീ വല്ലാതിരിക്കുന്നതെന്ന് ഹീറോയിൻ തിരക്കുമ്പോൾ, അത് 30 വയസ്സായ ഞാൻ എത്രത്തോളം നിന്നോട് മോശമായിട്ടാ പെരുമാറുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് തന്നെ സഹിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ ഹീറോയിൻ ഈ 3 വർഷ കാലയളവിൽ അവർക്കിടയിൽ നടന്ന സംഭവങ്ങൾ പറയാൻ പോകുന്നുണ്ടെങ്കിലും അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എന്റെ ലൈഫിൽ തന്നെ പ്രകാശം കൊണ്ടുവന്നോളാ നീ എന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ഹീറോയിൻ മുഖം തിരിക്കുന്നു. ദയവ് ചെയ്ത് നീ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കരുത്, എനിക്കിപ്പോൾ 19 വയസ്സ് മാത്രമേ ഉള്ളൂ, എനിക്കാണെങ്കിൽ നിന്നെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളുടെ തോളിലേക്ക് ചായഞ്ഞതിന് ശേഷം, ഈ ഒരു ലൈഫിൽ നീ എന്റെ ഭാര്യയായിട്ട് ഇരുന്നൂടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവനെ തള്ളി മാറ്റിയതിനു ശേഷം ഈ മാരേജ് കണ്ടിന്യൂ ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ അവള് തറപ്പിച്ച് പറയുന്നു. അവനാവട്ടെ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് എന്നെ വേണ്ടേ എന്ന് ചോദിച്ച് അവനോട് യാചിക്കുന്നുണ്ട്. അവന്റെ ആ പ്രവൃത്തിയിൽ വല്ലാത്ത വിഷമം ഹീറോയിന് തോന്നുന്നുണ്ടെങ്കിലും മനസ്സിനെ ശാന്തമാക്കിയതിനു ശേഷം ഇനിയൊരിക്കലും അവനിലേക്കൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാവരുതെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. നിനക്കാണ് എന്നെ വേണ്ടാത്തത്, 3 വർഷങ്ങൾക്കിടയിൽ നമ്മൾക്കിടയിൽ ഒരു വാക്കുകൾ പോലും ഉണ്ടായിട്ടില്ല, നോർമലായ ഒരു സംസാരം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അവന്റെ കൈ തട്ടി മാറ്റുന്നു അവൾ. എങ്കിലും തന്നെ ഉപേക്ഷിക്കരുതെന്ന് അപേക്ഷ രൂപേണ തന്നെ പറഞ്ഞുകൊണ്ട് അവളെ പിന്നാലെ നിന്ന് ചേർത്ത് പിടിക്കുന്നുണ്ടവൻ. വീണ്ടും സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഹെവനിൽ നിന്ന് തനിക്ക് ലഭിച്ചിരിക്കുന്ന ഗിഫ്റ്റ് ആയിരിക്കാം ഇവനെന്ന് ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നു. ഇതേസമയം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നു. പിന്നീട് നിലവിലിപ്പോൾ അവൾ ഹീറോയുമായി വിവാഹശേഷം താമസിക്കുന്ന വീട്ടിലേക്ക് ഹീറോയിൻ പോകുന്നുണ്ട്. അവളെ കണ്ട മാത്രയിൽ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്റെ കോള് കട്ട് ചെയ്തതെന്ന്. എനിക്ക് കട്ട് ചെയ്യണമെന്ന് തോന്നി, ഞാൻ കട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. എപ്പോഴും നമ്മൾ സിവിൽ ബ്യൂറോയിലേക്ക് പോയി ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതെന്നും അവൾ അവനോട് തിരക്കുന്നുണ്ട്. ഇതേസമയം തന്നെ കഴുത്തിലെ പാട് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവളോടൊപ്പം ഏതോ ഒരു യുവാവ് ഉണ്ടായിരുന്നു എന്ന് തന്നെ അവൻ മനസ്സിലുറപ്പിക്കുന്നു. ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതാണെങ്കിലും വീട്ടു ജോലിക്കാരിയാവട്ടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നും ഇരുവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നും ഹീറോ അവളടുത്ത് പറയുന്നു. പക്ഷെ തനിക്കതിനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവള് മുകളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട്, ഈ ഒരു ചെറിയ കാര്യം പോലും നിനക്ക് അനുസരിക്കാൻ വയ്യ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിനക്ക് ഡിവോഴ്സ് നൽകുക എന്ന് ചോദിച്ചുകൊണ്ട് അവനാവട്ടെ അവളെ വിരട്ടുന്നുണ്ട്. ചിലപ്പോൾ അവനിൽ നിന്ന് ഡിവോഴ്സ് ലഭിച്ചില്ലെങ്കിലോ എന്ന് കരുതി അവളാവട്ടെ അവനോടൊപ്പം ഫുഡ് കഴിക്കാനായിരിക്കുന്നു. ഈ സമയം തന്നെ 19 വയസ്സുള്ള ഹീറോ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. തുടരെ മെസ്സേജ് വരുന്നത് കണ്ടിട്ട് ഹീറോയ്ക്കാണെങ്കിൽ വല്ലാത്ത കലി വരുന്നുണ്ടായിരുന്നു. നീ വീട്ടിലെത്തിയോ, അവൻ നിന്നെ ബുള്ളി ചെയ്യാനങ്ങനെ ശ്രമിക്കുന്നുണ്ടോ, നിനക്കറിയില്ലേ ഞാൻ ഈ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ്, എനിക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള കാര്യം നിനക്കറിയില്ലേ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. 11 വർഷങ്ങൾക്ക് മുമ്പ് ഈ നിശാന്തത എന്ന അസുഖമുള്ളത് കൊണ്ട് തന്നെ രാത്രിയിൽ അവന് കണ്ണ് കാണാൻ സാധിക്കില്ലായിരുന്നു. അന്ന് ഹീറോയിനാണ് അവനെ സംരക്ഷിച്ചുകൊണ്ട് എപ്പോഴും അവനോടൊപ്പം നിന്നിരുന്നത്. 19 വയസ്സുള്ള ഹീറോയിൽ നിന്ന് ഈ വിവരം ഓർത്തെടുത്ത ഹീറോയിനാവട്ടെ ഉടനടി തന്നെ അവളുടെ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോഴും നിശാന്തതയുണ്ടോ എന്ന്.
ഇപ്പോൾ നീ എന്താ പതിവില്ലാതെ ഇങ്ങനെ ചോദിക്കുന്നത്? എനിക്കിപ്പോൾ ആ അസുഖമൊന്നുമില്ല. എൻ്റെ സെക്രട്ടറി ലിന്നാവട്ടെ എല്ലാ ദിവസവും എനിക്കതിനുള്ള മരുന്ന് റെഡിയാക്കി തരുന്നുണ്ടെന്ന് അവൻ പറയുന്നു. ഹീറോയിൻ ഇത് കേട്ടിട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഹീറോയിനും ഒരുമിച്ചിരിക്കുന്നതൊന്നും ആ പെൺകുട്ടിക്കും തീരെ ഇഷ്ടമല്ല. അവൾക്ക് വല്ലാത്ത ജലസാണ്. അതുപോലെ തന്നെ ഹീറോയുടെ കാര്യത്തിൽ ആ പെൺകുട്ടി അമിതമായി ഇടപെടുന്നത് ഹീറോയിനും തീരെ ഇഷ്ടമല്ലായിരുന്നു. അവൾ കാരണമാണോ ഹീറോ തന്നിൽ നിന്ന് അകന്നു പോയി എന്നൊരു സംശയവും ഹീറോയിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൾ മുറിയിലേക്ക് പോകുന്നു. പോയ ഉടനെ തന്നെ അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നുണ്ടെങ്കിലും ഹീറോ അവളെ തടയുന്നു. വളരെയധികം ദേഷ്യത്തോടെ തന്നെ നീ എവിടേക്കായി പോകുന്നേന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, നമ്മുടെ മാരേജ് ഓൾറെഡി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഫോഴ്സ് ചെയ്ത് തന്നെ അവളുടെ കഴുത്തിലെ തുണി മാറ്റിയിട്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അബദ്ധവശാൽ ഞാൻ പീച്ച് വൈൻ കുടിച്ചിരുന്നു, അതിന്റെ അലർജിക് റിയാക്ഷൻ ആണ്, പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് പേപ്പേഴ്സ് ഒക്കെ അയച്ചു തരാൻ നോക്കെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഇതിനോടൊപ്പം ഒരു അപ്പാർട്ട്മെന്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. 19 വയസ്സുള്ള ഫൂവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ അപ്പാർട്ട്മെന്റ് മുഴുവൻ ക്ലീൻ ചെയ്ത് എല്ലാം യഥാസ്ഥാനത്തേക്ക് അവൻ വെച്ചിരുന്നു. അപ്പോഴാണ് ഒരു കരിഞ്ഞ മണം വരുന്നെന്ന് അവന് തോന്നിയത്. അയ്യോ, എന്റെ ഡിഷ് കുളമായി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കിച്ചണിലേക്ക് ഓടുന്നുണ്ട്. ഹീറോയിന് വേണ്ടി അവൻ ഒരുപാട് ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കുന്നതിന് മുമ്പായി തന്നെ അവളോട് പറയുന്നുണ്ട് അവൾക്ക് വേണ്ടി നല്ല രുചിയുള്ള ഭക്ഷണം തന്നെ പാകം ചെയ്യണമെന്ന് കരുതിയതാണ്, പക്ഷേ ആകെ കഴിഞ്ഞുപോയി. നീ എന്നോട് ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കുക, ഞാനൊരു വിഡ്ഢിയാണെന്നൊക്കെ അവൻ അവളുടെ അടുത്ത് പറയുന്നു. എന്നാൽ ഹീറോയിൻ അത് കഴിച്ചു നോക്കുന്നുണ്ട്. അതിലാണെങ്കിൽ നല്ല ഉപ്പുണ്ടായിരുന്നു. ഇതേ സമയം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവൾക്ക് വേണ്ടി ഇത്ര സ്നേഹത്തോടെ അവൻ പാകം ചെയ്ത ഭക്ഷണമല്ലേ അത്. അവളുടെ കണ്ണീന്ന് കണ്ണുനീരൊഴുകുന്നുണ്ട്. ഹീറോ ആവട്ടെ തന്റെ ഫുഡ് അവൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാമെന്നൊക്കെ കരുതി അവളോട് ക്ഷമ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ അവിടെ തനിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യാൻ തോന്നിയല്ലോ എന്ന സന്തോഷത്തോടെ തന്നെ അവനെ കിസ് ചെയ്യുന്നു. ഹീറോ ആവട്ടെ അവന്റെ സഹോദരനോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം പബ്ബിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫ്രണ്ട് അവനോട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, നിന്റെ ഭാര്യ നിന്നെ ചീറ്റ് ചെയ്തെന്നാണ് തോന്നുന്നത്, നിനക്ക് വേണ്ടി ഒരുപാട് പെൺകുട്ടികളെ ഇന്ന് രാത്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാമെന്ന് അയാൾ പറയുന്നു. എന്നാൽ ഹീറോയുടെ സഹോദരൻ പറയുന്നുണ്ട്, നിനക്കറിയില്ലേ 12 വർഷങ്ങളായി ചേട്ടനും ചേട്ടത്തി ഒരുമിച്ച് തന്നെയാണ് ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള പരിപാടിക്കൊന്നും അവനെ കിട്ടില്ല എന്ന്. ഇതേ സമയം തന്നെ ഹീറോയുടെ അടുത്തേക്ക് ഒരു ധനികയായ പെൺകുട്ടി വരുന്നുണ്ട്. അവളാണെങ്കിൽ ഹീറോയുടെ അടുത്ത് വന്നിരുന്നിട്ട് നീ നിന്റെ വൈഫിനെ വല്ലാതെ സ്നേഹിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ അഹങ്കരിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോയിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു. ഇതേ സമയം അവളുടെ കഴുത്തിലുണ്ടായിരുന്ന പാടിനെ കുറിച്ച് ഹീറോ ഓർക്കുകയും ഭയങ്കരമായ ദേഷ്യം തോന്നി അവൻ അവിടെ ആ പെൺകുട്ടിയോട് തന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകാനായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതേ സമയം 19 വയസ്സുള്ള നമ്മുടെ ഹീറോയിനും കൂടി അവരുടെ ലൈഫ് എൻജോയ് ചെയ്യായിരുന്നു. ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് അവർ റൊമാൻസ് ചെയ്യുന്നുണ്ട്. വലിയ ഹീറോ ആവട്ടെ ഈ സമയമെല്ലാം അവളെ വിളിക്കുന്നുണ്ടെങ്കിലും അവളിതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം അവന്റെ കുറെ മിസ് കോളുകളും ഡിവോഴ്സിന് സമ്മതമല്ല എന്നുള്ള മെസ്സേജും ഹീറോയിൻ കാണുന്നുണ്ട്. അങ്ങനെ അവള് 19 വയസ്സുള്ള ഹീറോയെ വിളിച്ചിട്ട് ഞാൻ ജോലിക്ക് പോവുകയാണെന്ന് പറയുന്നു. അവൻ അവളെ വിടാൻ തീർത്തും താല്പര്യമില്ലായിരുന്നു. എന്നാൽ ജോലിക്ക് പോയേ മതിയാവൂ എന്ന് ഹീറോയിൻ തറപ്പിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അവൾ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളെ അവൻ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. കഴിഞ്ഞ ദിവസം ധനികയായ ഒരു പെൺകുട്ടി വലിയ ഹീറോ എടുത്ത് വന്നിരുന്നല്ലോ, ആ പെൺകുട്ടി മൊത്തമുള്ള ഫോട്ടോസ് ഒക്കെ ഇന്റർനെറ്റിൽ പ്രചരിച്ചിരുന്നു. ഫൂ മറ്റൊരു റിലേഷൻഷിപ്പിലാണെന്നും അവൻ ഓൾറെഡി മാരീഡ് ആണ്, ഇപ്പോഴും അവന്റെ വൈഫ് മറിഞ്ഞിരിക്കുകയാണെന്നൊക്കെ അവളുടെ സഹപ്രവർത്തകർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടാണ് അവൾ അവിടേക്ക് കടന്നു വരുന്നത്. അതുമാത്രമല്ല മിസ്റ്റർ ഭൂവിന്റെ വൈഫ് വളരെ ലക്കിയാണെന്നും അവർക്ക് ചുമ്മാ ഹസ്ബൻഡ് വീട്ടിൽ വരുന്നത് നോക്കിയിരുന്നാൽ പോരെ എന്നൊക്കെ അവളുടെ സഹപ്രവർത്തകർ കൂട്ടിച്ചേർക്കുന്നു. പക്ഷെ ഹീറോയിൻ ഉടനടി തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവരെ വിവാഹം കഴിച്ചതുകൊണ്ട് ഒരു പദവി ലഭിക്കുമെന്നല്ലാതെ മറ്റൊരു പ്രയോജനവും ഇല്ല എന്നും അപമാനവും അവഗണനയും വിഷമവും മാത്രമേ കൂടെ കാണൂ എന്നും അവൾ പറയുന്നുണ്ട്. ഇതൊന്നും അവളുടെ കൊളീഗ്സിന് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഹീറോയിന്റെ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിരുന്ന് സൽക്കാരം ഉണ്ടായിരുന്നു. അവിടേക്ക് ഹീറോ വരുന്നുണ്ട്, കാരണം അവന്റെ കമ്പനിയാണ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഹീറോയിനും അതുപോലെ മറ്റുള്ളവർക്കും ഈ വിവരം അറിയില്ലായിരുന്നു. ഹീറോ അവിടേക്ക് വന്നപ്പോഴാണ് അവനാണ് ആ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഹീറോ ആണെങ്കിൽ അവളുടെ കൊളീഗിന്റെ അടുത്തേക്ക് വന്നിട്ട് ഹീറോയിന്റെ അടുത്തുള്ള സീറ്റ് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാമോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിന്റെ അടുത്തേക്ക് അവൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അവൾ അവന്റെ അടുത്തുനിന്ന് മാറിയിരിക്കുന്നു. ഹീറോയിനെ അവൻ ഇത്രത്തോളം കെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് മറ്റുള്ളവർക്ക് സംശയം തോന്നുന്നുണ്ട്. ഹീറോയിന്റെ അടുത്ത് ഈ സൂപ്പ് വല്ലാതെ തണുത്തുപോയി, അതുകൊണ്ട് അത് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്, അവളുടെ വയറിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് അവൻ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ അവനോടുള്ള വാശി എന്നോണം ഹീറോയിൻ അത് മുഴുവൻ കുടിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ 19 വയസ്സുള്ള ഹീറോ അവൾക്ക് വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണെന്ന് മെസ്സേജ് അയക്കുന്നു. ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട് അവളുടെ പ്രോജക്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു എന്നും അവൾക്ക് വേണ്ടി അവരുടെ കമ്പനിയിലേക്ക് $50 മില്യൺ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. ഉടനടി തന്നെ ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവളുടെ മാനേജറൊക്കെ എവിടെ ഇരിപ്പുണ്ടല്ലോ നന്ദി പറയുന്നുണ്ട്.
പറയുന്നുണ്ടെങ്കിലും തന്റെ പ്രോജക്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ടെന്ന് തനിക്ക് തീരെ വയ്യെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ അപരിചിതനായ ഒരു വ്യക്തി ഹീറോയിനെ പിന്തുടരുന്നുണ്ട്. ഹീറോയിൻ പേടിച്ചാണ് മുമ്പോട്ട് നടക്കുന്നത്. അപ്പോഴാണ് 19 വയസ്സുള്ള ഹീറോ അവളുടെ മുൻപിലേക്ക് വരുന്നത്. ചിരിച്ചുകൊണ്ട് തന്നെ അവളെ ചേർത്ത് പിടിച്ചതിന് ശേഷം നീ പേടിക്കൊന്നും വേണ്ട, നിന്നോടൊപ്പം എപ്പോഴും ഞാൻ കാണുമെന്ന് പറയുന്നു. അതിനുശേഷം അവളെ പിന്തുടർന്ന ആളെ അവൻ രൂക്ഷമായി നോക്കുകയും അതേ തുടർന്ന് അയാൾ ഭയന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പിന്നീട് സൂവിനോട് നീ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമല്ലേ ധരിച്ചിട്ടുള്ളൂ, നിനക്ക് തണുക്കുമെന്ന് പറഞ്ഞ് അവൻ കോട്ടൊക്കെ പതപ്പിച്ചു കൊടുക്കുന്നു. ഇതേ സമയം ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൻ തന്നെ ഇത്രത്തോളം കെയർ ചെയ്യുന്നതിൽ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അവൾ മനസ്സിൽ വിചാരിക്കും എന്തുമാത്രം സ്നേഹമുള്ളവനായിരുന്നു തന്റെ ഭർത്താവ്. പക്ഷേ ഈ കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ എന്താണ് അവന് സംഭവിച്ചതെന്ന് അകലെ നിന്ന് തന്നെ വലിയ ഹീറോ ഈ കാഴ്ചകളെല്ലാം കണ്ടിരുന്നു. ഇപ്പോൾ ഇവനുള്ളത് കൊണ്ടായിരിക്കാം തന്നെ ഇവൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നേ എന്നും അവൻ മനസ്സിൽ വിചാരിക്കുന്നു. ചെറിയ ഹീറോയുടെ മുഖം അവൻ വ്യക്തമായി കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ അവന്റെ പ്രതികരണം. ദേഷ്യത്തോട് തന്നെ ഹീറോയിനോടൊപ്പം ഇപ്പോൾ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആ പയ്യന്റെ മുഴുവൻ ഡീറ്റെയിൽസും തനിക്ക് അറിയണമെന്ന് പറഞ്ഞ് ഹീറോ അവന്റെ അസിസ്റ്റന്റിനെ വിളിക്കുന്നുണ്ട്. 19 വയസ്സുള്ള ഹീറോയിനും ഇതിനോടകം തന്നെ വീട്ടിലെത്തിയിരുന്നു. അവൾ അണിഞ്ഞിരുന്ന ഹീൽസ് ഒക്കെ മാറ്റിയിട്ട് അവൻ സാധാ ചെപ്പൽസ് ഒക്കെ അവൾക്ക് ധരിപ്പിച്ചു കൊടുക്കുന്നു. അത്രത്തോളം കെയറിങ്ങും റൊമാൻറ്റിക്കുമായിരുന്നു അവൻ. അവന്റെ ഈ പ്രവൃത്തികളെല്ലാം ഹീറോയിന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചിരുന്നു. പിന്നീട് ഹീറോയിൻ കുളിക്കാനായി പോകുന്നുണ്ട്. അവളുടെ കൈ തട്ടി ഷവർ ജെല്ല് താഴെ വീഴുന്നുണ്ട്. ആ ശബ്ദം കേട്ട് പരിഭ്രാന്തിയോടെ തന്നെ 19 വയസ്സുള്ള ഹീറോ അകത്തേക്ക് കയറി വരുന്നു. അവളെ ആ നിലയിൽ കണ്ട ഹീറോ ആവട്ടെ വല്ലാതെ സ്തംഭിച്ചു പോകുന്നുണ്ട്. അവന്റെ ന്യൂസിൽ നിന്ന് ബ്ലഡ് വരെ വരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഈ കാഴ്ച കണ്ട് വല്ലാതെ ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. കുളിയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഹീറോയിൻ അവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അവൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ താൻ കുളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ പിടിച്ചിരുത്തി അവന്റെ നോസിലെ ബ്ലഡൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അവൻ കുളിക്കാൻ പോയ നേരം കൊണ്ട് വലിയ ഹീറോ ആവട്ടെ അവളെ വിളിച്ചിട്ട് ഞാൻ നിന്റെ അപ്പാർട്ട്മെന്റിന്റെ താഴെ തന്നെയുണ്ട്, അങ്ങോട്ടേക്കൊന്ന് വരാനായി ആവശ്യപ്പെടുന്നു. ഹീറോയിൻ അവിടെ എത്തിയപ്പോൾ തന്നെ അവനാവട്ടെ അവളെ കാറിന്റെ അടുത്തേക്ക് പിടിച്ചു ചേർത്ത് നിർത്തിയതിനു ശേഷം നിന്നോടൊപ്പം ഒരുത്തനുണ്ടല്ലോ, അവന് വേണ്ടിയിട്ടാണോ നീ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നേ എന്ന് ചോദിക്കുന്നു. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല, നീയുമായി ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല എന്നും ഹീറോയിൻ പറയുന്നു. സോ നീ മറന്നുപോയോ, നമ്മൾ ഇതുവരെയും ലീഗലായിട്ടുള്ള കപ്പിൾസ് തന്നെയാണ്, ഇതുവരെ ഡിവോഴ്സ് നേടിയിട്ടില്ല. നീ എന്നിൽ നിന്ന് അകലം പാലിക്കാൻ വേണ്ടിയിട്ടല്ലേ മറ്റൊരു യുവാവുമായി ഇങ്ങനെ അടുപ്പം കാണിക്കുന്നേ എന്നും അവൻ അവളടുത്ത് ചോദിക്കുന്നു. ഇന്ന് ധനികയായ ശ്രീമത്തുള്ള ഫോട്ടോസൊക്കെ ഇന്റർനെറ്റിൽ വൈറലായിരുന്നല്ലോ, ആ ഫോട്ടോസിനെ കുറിച്ചൊക്കെ ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് അങ്ങനെയൊക്കെ ആവാം, എനിക്ക് അയക്കൂടെന്നാണോ? ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ജസ്റ്റ് ബിസിനസ് സംബന്ധമായിട്ടുള്ള കോപ്പറേഷൻ മാത്രമേ ഉള്ളൂ എന്ന് ഹീറോ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് നിങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് ഹീറോയിൻ തറപ്പിച്ച് പറയുന്നു. അപ്പോൾ നീ എന്നെ കുറിച്ച് യാതൊരു രീതിയിലും കെയർ ചെയ്യുന്നില്ലല്ലേ, ഇതൊക്കെ അകത്തുള്ള ആ യുവാവ് കാരണമല്ലേ, അവനെ ഞാൻ കൊല്ലുമെന്ന് ഹീറോ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ നിന്നെ വെറുക്കാനായിട്ടുള്ള ഇട നീ തന്നെ വരുത്തി വെക്കരുതെന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഹീറോയിൻ അകത്തേക്ക് പോകുന്നു. അവളുടെ വാക്കുകൾ അവനെ വല്ലാതെ തളർത്തിയിരുന്നു. അവൻ അവിടെ നിന്ന് തന്നെ സ്പോക്ക് ചെയ്ത് ഹീറോയിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് നോക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിൻ ഉണർന്നപ്പോൾ തന്നെ ചെറിയ ഹീറോ ആവട്ടെ അവളെ കിസ് ചെയ്തിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവള് ജോലിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോ അവളെ പിന്നിൽ നിന്ന് ഹഗ് ചെയ്തതിനു ശേഷം അവൾ എത്ര സുന്ദരിയാണെന്ന് അറിയാമോ, എന്നെ ആരെങ്കിലും നോക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഹീറോയിനാവട്ടെ ഉടനടി തന്നെ അവന്റെ പിടിവിട്ട് മാറിയിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ ടൈമായി, നീ ഫുഡൊക്കെ നേരെ ചൊവ്വേ കഴിക്കണം, ഇന്ന് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട എന്നും പറയുന്നു. അതെന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ അത് പിന്നെ നിന്നെ കാണുവാണെങ്കിൽ അവന്റെ 19 വയസ്സുള്ള വ്യക്തിത്വം തന്നെയാണ് തന്നോടൊപ്പം ഉള്ളതെന്നും അതുമൂലം തന്നെ തനിക്ക് അവൻ ഡിവോഴ്സ് കയറുന്നതിനും കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കുമെന്നും അവൾ പറയുന്നു. അവൻ വിഷമത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ ഡിവോഴ്സ് ചെയ്യാതിരുന്നൂടെ എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഈ 3 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും സമാധാനമായി മുഴുവൻ ഭക്ഷണം എനിക്ക് കഴിക്കാൻ സാധിച്ചിട്ടില്ല, എല്ലാ എന്റെ പിറന്നാൾ ദിവസവും അവൻ എന്നോടൊപ്പം തന്നെ ഉണ്ടാവാറുമുണ്ട് എന്നും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമെന്ന് വാക്കും തരുമായിരുന്നു. പക്ഷെ ഈ ബർത്ത്ഡേക്കും അവന് വേണ്ടി തന്നെയാണ് ആ റൂം ബുക്ക് ചെയ്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 9 മണിക്കൂർ ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്തു, ഉച്ച മുതൽ രാത്രി വരെ കാത്തിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ദൈവത്തിന് എന്നോട് ദയ തോന്നിയിട്ടായിരിക്കണം നിന്നെ അയച്ചെന്ന് അവള് പറയുന്ന കേട്ടപ്പോൾ നിന്നെ ആരും ഇനി സങ്കടപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല, അവനെ പോലെയല്ല ഞാനെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ ഹീറോയിൻ അവന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അവൻ തന്നെയാണ് നീ, നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത്, ഈ സ്വപ്നത്തിൽ നിന്ന് ഒരിക്കലും ഉണരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ചെറുതായി പുഞ്ചിരിച്ച് മറ്റൊന്നും പറയാതെ തന്നെ അവൾ അവിടെ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിലേക്ക് പോകുമ്പോഴാവട്ടെ അവൾ ഇന്നലെ ഹീറോയോട് അപമര്യാദയായി പെരുമാറിയെന്നും പറഞ്ഞ് മാനേജർ വല്ലാതെ ദേഷ്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കൺസ്ട്രക്ഷൻ വർക്കിലേക്കാണ് പറഞ്ഞയക്കുന്നത്. അവളുടെ ഒരു കൊളീഗിനാണെങ്കിൽ ഇത് കേട്ടിട്ട് സന്തോഷമാവുന്നുണ്ട്. ഭയങ്കര ടഫായിട്ടുള്ള ജോലിയാണ് കൺസ്ട്രക്ഷൻ വർക്കിലുള്ളത്. ഇതേ സമയം തന്നെ ഹീറോയും അവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ അവനെ കണ്ട ഹീറോയിനാവട്ടെ ഒട്ടും മൈൻഡ് ചെയ്യാതെ തന്നെ അവിടെ നിന്ന് പോകുന്നു.
അങ്ങനെ ഹീറോയിൻ ഫുഡ് കഴിക്കുന്ന സമയത്തും ഹീറോ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവൻ ഇരിക്കുന്നത് കണ്ടതും ഹീറോയിൻ കുറച്ച് നീങ്ങിയിരിക്കുന്നുണ്ട്. അവൻ ചെറു സംശയത്തോടെ തന്നെ അവളോട് തിരക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നീ ഓയിലി വെജിറ്റബിൾസ് ഒന്നും കഴിക്കാറില്ലായിരുന്നല്ലോ, ഞാൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യരല്ലേ, മാറുമെന്ന് അവൾ പറയുന്നു. ഇതേ സമയം തന്നെ 19 വയസ്സുള്ള ഹീറോ അവളെ വിളിക്കുന്നുണ്ട്. നീ എന്നോട് ദേഷ്യപ്പെടരുത്, പുറത്തേക്ക് ഇറങ്ങരുതെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ രാവിലെ മുതൽ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കുകയാണ്, നീ അതിനൊന്നും റിപ്ലൈ ചെയ്തില്ല. നിന്നെ കുറിച്ച് ഓർത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്കിന്റെ തൊട്ടിപ്പുറത്തുള്ള ഇടവഴിയിൽ താൻ ഉണ്ടെന്നും പറയുന്നു. ഇത് കേട്ട ഹീറോയിൻ ഉടനടി തന്നെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. ഇത് അവൻ തന്നെയാണെന്ന് ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഹീറോയും അവളുടെ പിന്നാലെ പോകുന്നു. 19 വയസ്സുള്ള ഹീറോ ആവട്ടെ മതിലിനോട് ചേർന്ന് മറിഞ്ഞു നിൽക്കുകയായിരുന്നു. ഹീറോയിൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ ഭിത്തിയോട് ചേർക്കുന്നു. ഞാൻ എത്രത്തോളം നിന്നെ മിസ് ചെയ്തെന്നറിയാമോ, ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ നീ അവനോടൊപ്പം ഇരിക്കുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ഹഗ് ചെയ്യുന്നു. ഹീറോയിൻ ആവട്ടെ ചെറു ചിരിയോടെ തന്നെ അവനെ കിസ് ചെയ്യുന്നു. അങ്ങനെ ഇരുവരും പരസ്പരം കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വലിയ ഹീറോ അവിടേക്ക് വരുന്നത്. അവിടെ ചെന്ന് നോക്കാനായി അവൻ തുടങ്ങിയതാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ 19 വയസ്സുള്ള ഹീറോ മാസ്കും തൊപ്പിയും ഒക്കെ ധരിച്ച് അവന്റെ മുമ്പിലൂടെ തന്നെ കടന്നു പോകുന്നു. മുഖം മറച്ചത് കൊണ്ട് തന്നെ 19 വയസ്സുള്ള താൻ തന്നെയാണ് അതെന്ന് അവന് മനസ്സിലായതുമില്ല. ഹീറോയിന്റെ നിലവിലെ ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാനാണല്ലോ ഹീറോ അവിടേക്ക് വന്നത്. അവനിങ്ങനെ മാസ്കും ഹാറ്റും ഒക്കെ ധരിച്ചത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കണ്ട യുവാവാണോ അതെന്ന് അവൻ ഉറപ്പിക്കാനും ആയില്ല. അപ്പോഴാണ് ആ യുവാവിന്റെ ദേഹത്തുണ്ടായിരുന്ന പെർഫ്യൂമിന്റെ സ്മെല്ല് തനിക്ക് വളരെ പരിചിതമാണല്ലോ എന്നവന് തോന്നിയത്. അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, അത് ഹീറോയിന്റെ പെർഫ്യൂമിന്റെ സ്മെല്ലാണെന്ന് അവന് മനസ്സിലാവുന്നു. ദേഷ്യത്തോട് തന്നെ കൈകൾ ചുരുട്ടി അവനെ പിന്തുടരാനായി ഹീറോ ശ്രമിച്ചതാണെങ്കിലും അവൻ ഇതിനോടകം തന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഇവിടെ നമ്മുടെ ഡ്രാമയുടെ ഫസ്റ്റ് പാർട്ട് അവസാനിച്ചിരിക്കുകയാണ്. 19 വയസ്സുള്ള യൗവന കാലഘട്ടത്തിലെ അവനെ തന്നെ അവൻ കണ്ടെത്തിയോ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ അറിയാം. ഡ്രാമയിലെ കുറച്ച് കൂട്ടുകാരനോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ഷഹല, ഷഫ, ലൈല, നഹല, ഫെമി, അൻഷ, അതുല്യ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഹൈപ്പ് ഓപ്ഷൻ കൂടെ കൊടുക്കുക. നെക്സ്റ്റ് പാർട്ടുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.